السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരങ്ങൾ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ അസീസ് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. സൂറ ബഖറയിലെ 66-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ പരിശോധന വിധേയമാക്കുന്നത്. അല്ലാഹു തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലഖദ് അലിംതുമുല്ലദീന ഇഅ്തദൂ മിൻകും ഫിസ്സബ്തി ഫഖുൽനാ ലഹും കൂനൂ ഖിർദതൻ ഖാസീൻ. വലഖദ് അലിംതും, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അല്ലദീന ഇഅ്തദൂ, അതിക്രമം കാണിച്ച ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ച്. മിങ്കും, നിങ്ങളിൽ നിന്നുള്ള. ഫിസ്സബ്തി, സബ്ത്ത് ദിവസം, ശനിയാഴ്ച ദിവസം. ഫഖുൽനാ ലഹും, നാം അവരോട് പറഞ്ഞു, കൂനൂ ഖിർദതൻ ഖാസീൻ, നിങ്ങൾ നിന്ദ്യന്മാരായ കുരങ്ങന്മാരായി തീരുക എന്ന്. ഇതാണ് അതിൻ്റെ വാക്കർത്ഥത്തിലൂടെ മലയാളത്തിൽ നമുക്ക് പറയുവാൻ കഴിയുന്നത്. നമുക്കൊന്നുകൂടി ഖലീഫത്തുള്ള പറയുന്നത് ശ്രദ്ധിക്കാം. വലഖദ് അലിംതും, ആൻഡ് സർട്ടൻലി യു ഹാവ് നോൺ, തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അല്ലദീന ഇഅ്തദൂ മിൻകും, ദോസ് എമംഗ് യു ഹു എക്സീഡഡ് ദ ലിമിറ്റ്സ് ഫിസ്സബ്തി ഓഫ് ദ സബത്ത്, സബത്ത് ദിനത്തിൻ്റെ പരിധികൾ ലംഘിച്ചവർ നിങ്ങളിൽ ആരൊക്കെയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഫഖുൽനാ ലഹും, സോ വി സെഡ് ടു ദം, അതുകൊണ്ട് നാം അവരോട് പറഞ്ഞു, ബി ആബ്സ്, നിങ്ങൾ കുരങ്ങന്മാരെ അനുകരിക്കുന്നവരെ പോലെ ആകുക. അങ്ങനെ ആയിരിക്കുകയാണ്. കുരങ്ങന്മാരാകുക എന്നൊക്കെ പറഞ്ഞതിന് വളരെ വ്യാഖ്യാനങ്ങളൊക്കെ ഉള്ളതാണ്. ഡെസ്പൈസ്ഡ് ആൻഡ് ഹേറ്റഡ്, അവജ്ഞയോടെ വീക്ഷിക്കുക, വെറുപ്പോടെ വീക്ഷിക്കുക. അവജ്ഞയോടെയും വെറുപ്പോടെയും നോക്കിക്കാണുന്ന കുരങ്ങന്മാരെ പോലെയാകുക നിങ്ങൾ എന്ന് അവരോട് പറഞ്ഞു. സബത്ത് സിഗ്നിഫൈസ്, ഈ സബത്ത് ദിവസം ചൂണ്ടിക്കാണിക്കുന്നത് that day of the week
വിച്ച് ഈസ് ഒബ്സർവ്ഡ് ആസ് എ സേക്രഡ് ഡേ. ശനിയാഴ്ച ദിവസം ഒരു പരിശുദ്ധ ദിനമായി ആചരിക്കണം. ആഴ്ചയിൽ ഒരു ദിവസം. ഇത് അവർക്ക് നൽകിയ കൽപ്പനയായിരുന്നു. ബനി ഇസ്രായേലുകൾക്ക് നൽകിയ അള്ളാഹുവിൽ നിന്നുള്ള ഒരു കൽപ്പനയായിരുന്നു. ശനിയാഴ്ച ദിവസം അതിനെ നിങ്ങൾ ഭക്തിപൂർവം കൊണ്ടാടണം. ഇൻ വിച്ച് നോ വേർഡ്ലി വർക്ക് ഈസ് ഡൺ. ആ ദിനത്തിൽ ഭൗതിക കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്. ദൈവിക ചിന്തയിലും ദൈവിക കാര്യങ്ങളിലുമായി നിങ്ങൾ ആ ദിനം കഴിഞ്ഞുകൂടണം എന്ന് അല്ലാഹു തആല അവരോട് കൽപ്പിച്ചതാണ്. എമംഗ് ദ ജ്യൂസ്, ജൂതന്മാർക്കിടയിൽ സാറ്റർഡേ വാസ് ആൻഡ് സ്റ്റിൽ ഈസ്, ശനിയാഴ്ച ദിവസം അങ്ങനെ തന്നെ ആയിരുന്നു. ആൻഡ് സ്റ്റിൽ ഈസ്, ഇപ്പോഴും അതങ്ങനെ തുടരുന്നു. ഒബ്സർവ്ഡ് ആസ് എ സേക്രഡ് ഡേ, അവരാ ദിനത്തെ ഒരു പരിശുദ്ധ ദിനമായി ആചരിക്കുന്നു. ദാറ്റ് വാസ് പാസ്ഡ് ഇൻ ജോയ്ഫുൾനെസ്, ആ ദിനത്തിൽ അവർ സന്തോഷത്തോടെ, ആൻഡ് റെസ്റ്റ് ഫ്രം വർക്ക്, ജോലികളിൽ നിന്നെല്ലാം വിരമിച്ച് വിശ്രമത്തിലും, ആസ് വെൽ ആസ് ഇൻ കോൺടംപ്ലേഷൻ, അതോടൊപ്പം തന്നെ അവലോകനം നടത്തുക, ദൈവിക ചിന്ത സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് അവലോകനം നടത്തി, സാക്രിഫൈസ്, കുർബാനി പോലുള്ള ത്യാഗങ്ങൾ ചെയ്യുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച്, ഹോളി കോൺവൊക്കേഷൻ, അതുപോലെ പരിശുദ്ധമായ യോഗങ്ങൾ സംഘടിപ്പിക്കുക, എക്സെട്ര. ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി നിങ്ങൾ ശനിയാഴ്ച കഴിയേണ്ടതാണ് എന്ന് അല്ലാഹു തആല അവരോട് കൽപ്പിച്ചു. ദ വേർഡ് സ്പീക്സ്, ഈ വചനം നമ്മോട് പറയുന്നത്, സംസാരിക്കുന്നത്, പറയുന്നത്, പ്രഖ്യാപിക്കുന്നത്, ഓഫ് ദ സബത്ത്സ്, ഈ സബത്ത് ദിവസം, ശനിയാഴ്ച ദിവസം, ആൻഡ് ഇറ്റ്സ് വയലേഷൻ, അതിനെ ലംഘിച്ചു അവർ, ബൈ ദ ഇസ്രായേൽസ്. ഈ വചനം നമ്മളോട് പറയുന്നത് ഇങ്ങനെയൊക്കെ അവരോട് പറഞ്ഞിരുന്നെങ്കിലും ഈ ദിനത്തെ അവർ പരിപാവനമായി കരുതിയില്ല. അതിന് അവരോട് പറയപ്പെട്ട നിലയിലുള്ള ചിന്തകളോ അവലോകനങ്ങളോ നടത്തിയില്ല, ത്യാഗങ്ങൾ നടത്തിയില്ല, പരിശുദ്ധമായ നിലയിലുള്ള യോഗങ്ങളൊന്നും സംഘടിപ്പിച്ചില്ല. അവർ അതിനെ ചുരുക്കത്തിൽ ഇറ്റ്സ് വയലേഷൻ, അതിനെ അവർ ലംഘിച്ചു. ദ പണിഷ്മെൻറ്റ് ഫോർ ബ്രീച്ച്, ഇതിനുള്ള ശിക്ഷ, ഈ നിയമലംഘനം അവർ നടത്തി. അല്ലാഹു തആല നൽകിയ ഒരു നിയമം, അതിനെ അവർ ലംഘിച്ചു. ഈ നിയമലംഘനം നടത്തിയതിൻ്റെ ശിക്ഷയായിട്ട് ഓഫ് ദ സബത്ത്സ്, ശനിയാഴ്ച ദിവസം നിയമലംഘനം നടത്തിയ ഇവരെ സംബന്ധിച്ച് അണ്ടർ ദ മൊസായിക് ലോ, മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ നിയമപ്രകാരം അവർക്ക് നൽകിയ വിധിപ്രകാരം വാസ് ഡെത്ത്, മരണമായിരുന്നു. ഇങ്ങനെ ഈ ദിനത്തെ അപമാനിക്കുന്നവർക്ക്, അതിനെ പരിശുദ്ധമായി കണക്കാക്കാത്തവർക്ക് ഉള്ള ശിക്ഷ മരണമായിരുന്നു. ഇത് സംബന്ധമായിട്ട് 31:14 പുറപ്പാട്, എക്സോഡസ് 31:14 പറയുന്നു, എവരി വൺ ദാറ്റ് ഡിഫിൽ, ആര് അതിനെ അശുദ്ധമാക്കുന്നുവോ, ദ സബത്ത് ദിനത്തിനെ, ഷാൽ ഷുവർലി ബി പുട്ട് ടു ഡെത്ത്, തീർച്ചയായും അവനെ മരണത്തിന് വിധേയമാക്കേണ്ടതാണ്. ഫോർ ഹൂസോ എവർ ഡസ്, ആരാണോ ഇത് ചെയ്യുന്നത്, എനി വർക്ക് ദേറിൻ, ആ ദിനത്തിൽ ഏതെങ്കിലും ഭൗതിക ജോലി ചെയ്യുന്നത്, ദാറ്റ് സോൾ, ആ ആളിനെ, ഷാൽ ബി കട്ട് ഓഫ്, അയാളെ ഒറ്റപ്പെടുത്തേണ്ടതാണ്, ഫ്രം എമംഗ് ഹിസ് പീപ്പിൾ, ആ ജനതയിൽ നിന്നും ഒറ്റപ്പെടുത്തേണ്ടതാണ്. സബത്ത് ദിനത്തെ പരിപാവനമായി ആചരിക്കാത്ത അത്തരത്തിലുള്ള വ്യക്തിയെ തങ്ങളുടെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തേണ്ടതാണ്
കട്ട് ഓഫ് ഫ്രം എമംഗ് ഹിസ് പീപ്പിൾ. ഇതാണ് പുറപ്പാട് 31:14 അവരോട് നൽകിയ കൽപ്പനയായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ദിനത്തെ ആചരിക്കണം എന്നുള്ള ദൈവിക കൽപ്പനയെ തിരസ്കരിച്ചത് കൊണ്ടാണ് അവർ കൂനു കൃതത്തിൻ്റെ ഹാസിയിൽ നിങ്ങൾ നിന്ദ്യന്മാരായ കുരങ്ങുകളാകുക എന്ന് അല്ലാഹു തആല പറഞ്ഞത്. എന്താണ് അതിൻ്റെ മറ്റ് വിശദീകരണത്തിലേക്ക് നോക്കാം. There must have been a Jewish tradition. ജൂതന്മാർ നടപ്പിലാക്കിയ ഒരു വ്യവസ്ഥ അനുസരിച്ച് about a whole fishing community. അവർ മുഴുവൻ മീൻപിടുത്തക്കാരായിരുന്നു. ഇൻ എ സീ സൈഡ് ടൗൺ, കടലിൻ്റെ കരയിലുള്ള ഒരു പട്ടണത്തിലാണ് അവർ കഴിഞ്ഞിരുന്നത്. വിച്ച് പെർസിസ്റ്റഡ് ഇൻ ബ്രേക്കിംഗ് ദ സബത്ത്സ്. ഈ സബത്തിൻ്റെ ആദരണീയതയെ അവർ തച്ചുടയ്ക്കുവാൻ ശഠിച്ചു. ആൻഡ് വേർ ടേൺഡ് ഇൻ ടു ആപ്സ്. അങ്ങനെ അവർ കുരങ്ങന്മാരായി പരിവർത്തനം ചെയ്യപ്പെട്ടു. ഇതാണ് പറയുന്നത്. ദ വേർഡ് ആപ്സ്, ആപ്സ് എന്ന കുരങ്ങന്മാർ എന്നുള്ള ആ വാക്ക് ഹാസ് ബീൻ യൂസ്ഡ് ഫിഗറേറ്റീവ്ലി. അത് ആലങ്കാരികമായിട്ടാണ് പ്രയോഗിച്ചിരിക്കുന്നത്. മീനിങ്, അതിൻ്റെ അർത്ഥം. അല്ലാതെ ആകൃതിയിൽ, പ്രകൃതിയിൽ, ആ നിലയിൽ ആകൃതിയിൽ അങ്ങ് മാറുക എന്നുള്ളതായിരുന്നില്ല ഇതുകൊണ്ടുള്ളത്. ദ വേർഡ് ആപ്സ് ഹാസ് ബീൻ യൂസ്ഡ് ഫിഗറേറ്റീവ്ലി. ആലങ്കാരികമായിട്ടാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. മീനിങ് ദാറ്റ് ദേ ബിക്കെയിം ആബ്ജെക്റ്റ് ആൻഡ് മീൻ. അവർ ആയിത്തീർന്നു, അധമന്മാരായിത്തീർന്നു. അവരുടെ പ്രവർത്തനങ്ങൾ മൂലം അധമന്മാരായി. അതാണ് അതിൻ്റെ അർത്ഥം കൊണ്ട്. ഒരു കുരങ്ങ് ചെയ്യുന്നത് അറിയാമല്ലോ. ഒരിടത്തിരിക്കും, എന്നിട്ട് അത് മേലോട്ട് പോകും. മേലോട്ട് പോയിട്ട് അത് താഴോട്ട് വരും. ഒന്നിൽ നിന്നും മറ്റൊന്നിൽ ചാടും, മറ്റൊന്നിൽ നിന്നും വിളിച്ച്. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിന് തന്നെ അറിയത്തില്ല. ആ നിലയിലുള്ള സ്വഭാവ പ്രവർത്തികൾ ചെയ്യുന്നത് കൊണ്ടാണ്, അധമ പ്രവർത്തി ചെയ്യുന്നത് കൊണ്ടാണ് ദാറ്റ് ദേ ബിക്കെയിം ആബ്ജെക്റ്റ് ആൻഡ് മീൻ. അവർ അധമ പ്രവർത്തികൾ ചെയ്യുന്നവരെ കുരങ്ങന്മാരെ പോലെ, ലൈക്ക് മങ്കീസ്, കുരങ്ങന്മാരെ പോലെ. ദ ട്രാൻസ്ഫർമേഷൻ, ഈ രൂപം മാറ്റൽ, ബീങ് നോട്ട് ഇൻ ബോഡി, ശാരീരികമായിട്ട് അവരുടെ രൂപം മാറ്റി അവരെ കുരങ്ങന്മാരാക്കുകയല്ല ചെയ്തു. കൂനു കൃതത്തൻ, നിങ്ങളായിത്തീരൂ, കൃതത്തൻ ഹസീൻ, നിന്ദ്യന്മാരായ കുരങ്ങന്മാരാകൂ എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടങ്ങ് മാറുക എന്നല്ല, പ്രവൃത്തിപരമായിട്ട്. അപ്പോൾ ശാരീരികമായിട്ടോ രൂപത്തിലോ ആയിരുന്നില്ല, ഓർ ഫോം, ബട്ട് ഇൻ ക്യാരക്ടർ ആൻഡ് സ്പിരിറ്റ്. അവൻ്റെ സ്വഭാവത്തിലും അവൻ്റെ വ്യക്തിത്വത്തിലും ആൻഡ് സ്പിരിറ്റ്, ആദർശത്തിലുമായിരുന്നു അവർ കുരങ്ങന്മാരായി തീർന്നു. യൂസിങ് ദ വേർഡ് ആപ്സ്, ആപ്സ് എന്ന വാക്ക്, കുരങ്ങന്മാർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചതിലൂടെ അബൌട്ട് എ സെക്ഷൻ ഓഫ് ദ ജ്യൂസ്, ജൂതന്മാരിലെ ഒരു വിഭാഗം ആളുകളാണ്. അല്ലാഹ് മീൻസ് ടു പോയിൻറ്റ് ടു ദ ഫാക്ട്. അല്ലാഹു തആല ഇതിലൂടെ ഒരു വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ദാറ്റ് ജസ്റ്റ് ആസ് ആപ്സ് ഓർ മങ്കീസ്, ഈ കുരങ്ങന്മാരെ പോലെ, ഈ ആർ ആബ്ജക്റ്റ് ആൻഡ് ഡെസ്പൈസ്ഡ് സ്പീഷീസ്, അധമമായ പ്രവൃത്തി ചെയ്യുന്ന, വെറുക്കപ്പെട്ട പ്രവൃത്തി ചെയ്യുന്ന ഒരു വംശം, ഒരു വർഗം, ഒരു കൂട്ടം ആണ് ഈ കുരങ്ങന്മാർ. നമുക്കറിയാമല്ലോ, ഇപ്പോൾ കുരങ്ങന്മാർ പല സ്ഥലത്തും ഇങ്ങനെ ഇരിക്കുന്നതാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് വരുമ്പോൾ റോഡിൻ്റെ വക്കിലൊക്കെ ഇങ്ങനെ അവർ ഇരിക്കുന്നതാണ്. അപ്പം അവർ ഒരു അധമ പ്രവൃത്തി ചെയ്യുന്നവരായിട്ടും വെറുക്കപ്പെട്ടവരായിട്ടും ഒരു കൂട്ടം ഇങ്ങനെ നിൽക്കുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് പ്രവർത്തനങ്ങളൊന്നും, ഗുണപരമായ പ്രവർത്തനങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇതുപോലെ മനുഷ്യരിലും ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ ഗുണപരമായ പ്രവർത്തനങ്ങളൊന്നും ചെയ്യില്ല. അവർ ഈ കുരങ്ങന്മാർ ചെയ്യുന്നത് പോലുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും. അതിലൂടെ അവർ ഇഹലോകത്ത് എന്തെങ്കിലും നേട്ടം നേടുന്നെന്ന് വെച്ചാൽ ഒന്നും നേടത്തില്ല. അവർ കുഴപ്പകാരികളായിട്ട് തന്നെ. കാരണം അവർ ഒന്നിൽ നിന്ന് ചാടി മറ്റൊന്നിൽ പോകും, മറ്റൊന്ന് ചാടി ഇവിടെയായിട്ട് വരും, ഇവിടുന്ന് ചാടി അവിടെ മറിയും, അവിടുന്ന് മാറി ഇവിടെ മറിയും. ഇതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും സൈഡിലെങ്ങാണ്ടിരുന്ന് ഭക്ഷണം കഴിക്കുമെന്ന് അതും വേണേൽ അടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അധമ പ്രവൃത്തി ചെയ്യുന്ന ആളുകളും ഈ ഭൂമുഖത്തുണ്ട്. നിങ്ങളങ്ങനെ ആകരുത്. നിങ്ങൾ
അവർക്കതുകൊണ്ടാണ് അതിന് നിയമങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇന്നതുപോലൊക്കെ നിങ്ങൾ ചെയ്യണം, ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ അധമ പ്രവൃത്തിയിൽ നിന്നും ഉത്തമരായ പ്രവർത്തനം ചെയ്യുന്നവരായി മാറുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ബനി ഇസ്രായേൽ വിഭാഗത്തിൽ ഒരു വിഭാഗം ആളുകൾ ഇത്തരത്തിൽ അധമ പ്രവൃത്തികൾ ചെയ്യുന്നവരായിട്ടുണ്ടായിരുന്നു. ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസത്തിലേക്ക് നമുക്ക് മാറ്റിവെക്കാം. നമ്മൾ ഈ വചനത്തെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ഈ കുരങ്ങന്മാരെ പോലെ ആകരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞു. ആകൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവരുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ ആയിപ്പോയി. നമ്മൾ കാര്യമായി ചിന്തിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ അന്യൂനമാക്കി തീർത്ത് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടി ഏതെല്ലാം രീതിയിലുള്ള നിർദ്ദേശങ്ങളും തത്വോപദേശങ്ങളുമാണ് വിശുദ്ധ ഖുർആൻ ഉപമാരൂപത്തിൽ നമ്മുടെ മുമ്പിൽ വരച്ചു വയ്ക്കുന്നത്. അല്ലാഹു തആല വെളിച്ചമാക്കി നമുക്ക് ഇരുലോകത്തും പ്രയോജനകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ജസാക്കുമുല്ലാഹ് ഖൈറൻ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.